നമ്മുടെ അച്ഛൻ പറഞ്ഞു ഓട് ഇതാണോ? അതെ, അതിലേക്ക് ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പൊ കാണാം എല്ലാ ഓടുകളിലും ഉണ്ട് 1917 കൃത്യമായിട്ട്. അപ്പൊ ഈ പഴയ കാലത്ത് ഓടോ ഇതൊന്നും പൊട്ടൊന്നുമില്ല? അത് മെയിൻറ്റെയിൻ ചെയ്തതിൻ്റെയാണ്. ഇപ്പൊ ഈ പറയുന്ന വുഡില്ലേ, ഇവിടെ പില്ലേഴ്സും കണ്ടില്ലേ, ഇപ്പൊ ഉള്ളിൽ കയറുമ്പോൾ പല പില്ലേഴ്സ് നിങ്ങൾ കണ്ടു, മുകളിൽ കൊത്തുപണിയും കണ്ടു. അതൊരിക്കലും 80 വർഷം മാത്രമല്ല. എൻ്റെ മുത്തശ്ശൻ പാലക്കാട് വന്നപ്പോൾ ഈ 4 കെട്ട് സ്റ്റൈൽ കൺസ്ട്രക്ഷൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് പല ഈ പഴയ തറവാടുകളൊക്കെ അന്നേ ഉടച്ചിട്ടൊക്കെ അവർ വേറെ പുതിയ വീടുകൾ, നോർമൽ വീടുകൾ കേട്ടു. അപ്പോൾ മുത്തശ്ശൻ അതൊക്കെ വാങ്ങിച്ച് ആ പില്ലേഴ്സാണ് ഇതിന് ചുറ്റുമുള്ളത്. അപ്പം അങ്ങനെ നോക്കാൻ പോയാൽ ഈ പില്ലേഴ്സിനുണ്ട് 100 കൊല്ലത്തിൽ മേലെയുള്ള പഴക്കം. 100 അല്ല, 125, 150 മിനിമം വരണം. ബിക്കോസ് അന്ന് എത്രയോ പഴക്കമുള്ള ഇല്ലങ്ങളിൽ നിന്നാണല്ലോ ഇത് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്തത് 1942 കംപ്ലീറ്റ് ചെയ്തത്. ബാക്കി വീടിന്റെ വിശേഷങ്ങൾ ഇനി അറിയാനുണ്ട്, പറയാലോ. പക്ഷെ എനിക്ക് ആ റൂമൊന്ന് കാണുന്നുണ്ടായിരുന്നു. അത് അപ്പുറത്ത് കൂടി പോകേണ്ടി വരും. അവിടെയാണ് അച്ഛൻ ജനിച്ചത് എന്നുള്ളതാണ്. അന്ന് ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ല അല്ലെ? ഹോസ്പിറ്റൽ ഉണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ പോലുള്ള വെൽ എക്യുപ്ഡ് ഹോസ്പിറ്റൽസ് അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്റെ മുത്തശ്ശൻ ഡോക്ടറായിരുന്നു. ശരിയാണ്. അപ്പൊ മുത്തശ്ശൻ ഡോക്ടറാണ്, അച്ഛൻ ഡോക്ടറാണ്. ഞാൻ ഡോക്ടറായിട്ട് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ക്ലാസ്സുകൾ. ഡോക്ടറായില്ല? എനിക്ക് അഭിനയമാണ് എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് അഭിനയം. അപ്പൊ പിന്നെ അച്ഛനും അമ്മയുടെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ, ഒരിക്കലും ആരെയും ഇതുവരെ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അവർ പറഞ്ഞത്, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യും, ഇന്നലെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ, സക്സസ്ഫുൾ ആയിട്ടിരിക്കുള്ളൂ. അതെ. അപ്പൊ ഈ ആക്ടിംഗ് എന്നുള്ള പരിപാടി ആരുടെയാണ് കിട്ടിയത്? കാരണം അമ്മയാണ്. അമ്മ അസാധ്യമായിട്ട് പാടുകയും ചെയ്യും, ഡാൻസും ചെയ്യും, ആക്ടും ചെയ്യും. അപ്പൊ കുഞ്ഞായിരിക്കുമ്പോ മോണോ ആക്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് അമ്മ തന്നെ. അപ്പൊ അമ്മയാണ് ഈ ഒരു പ്രതിഭനെ വളർത്തിയെടുത്തത്. ഓക്കെ, അമ്മ പാട്ട് പാടോ? അസാധ്യമായിട്ട് പാടും അമ്മ. അമ്മ ആ വഴിക്കൂടെ എസ്കേപ്പ് ചെയ്തു. അമ്മ രണ്ടുപേരും പാട്ട് ഹിന്ദി പണ്ടോ? അപ്പൊ അത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഷിവറിങ് കണ്ടിപ്പോ. താങ്ക് യു സോ മച്ച്. നമ്മള് ആക്ച്വലി ചോദിച്ചതാണ്, അമ്മ ഒരു ഹെസിറ്റേഷൻ ഇല്ലാണ്ട് പെട്ടെന്ന് വന്ന് പാടി. താങ്ക് യു. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ പാട്ട് പാടിയിട്ടായിരുന്നു രാജേഷ് ഇങ്ങനെ ഉറക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ? അത് സത്യം തന്നെയാണ്. എന്നെന്നല്ല, എന്റെ കുട്ടികളെയും എല്ലാവർക്കും അവർക്കുള്ള ഫേവറേറ്റ് സോങ്സും ഉണ്ട്. നമ്മുടെ അമ്മ ക്രിയേറ്റും ചെയ്ത് പാട് സ്വന്തമായിട്ട് ലിറിക്സ്. അത് വായി തോന്നിയതൊക്കെ ചേർത്തിട്ട് പാടും കുട്ടികളെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അതാണ് എനർജിക്ക് ഒരു കുഴവില്ല. ചെറിയ ഞാൻ ആലോചിക്കാറുണ്ട് രാജേഷേട്ടൻ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത്ര എനർജി? ആക്ച്വലി ഫാമിലി മൊത്തം ഭയങ്കര വൈബുള്ള ആൾക്കാരാണ്. എന്തൊക്കെ വിശേഷങ്ങൾ? കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ പോയിട്ട് വന്നാണ്. ഒരു മോള് ആർമിയില്, വേറൊരു മോള് ഹോട്ടൽ മാനേജ്മെന്റ്. പച്ചക്കാർ പോയിട്ട് വന്നു. അവിടെ 3 മാസം ഇരുന്നായിരുന്നു. ലക്നൗ മോള് മേജർ ആയിരുന്നു ആർമിയില്. അവർ ഹസ്ബൻഡ്